ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാച്ചിൽ കൊണ്ട് കഞ്ഞിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് കാച്ചിൽ എന്നല്ലാതെ ഞങ്ങളിതിന് കണ്ടിക്കിഴങ്ങെന്നും പറയും. നിങ്ങൾ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കാച്ചിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കുമ്പോൾ ഒരു 5-6 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. ഇതിനൊരു വഴുവഴുപ്പ് ഉണ്ടാവും, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാച്ചിൽ കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഒന്ന് തിളച്ച് വന്നിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. പിന്നെ ഞാൻ ഇതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയിൽ നിന്ന് പാലൊക്കെ നല്ലപോലെ ഇറങ്ങി വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെ പാല് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല, ഇതുപോലെയാണ് എടുക്കുന്നത്. ഇത് മുഴുവനായിട്ടും കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ കാച്ചിൽ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിൽ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇവിടെ ഇത് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ തിക്കായി വരും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കാച്ചിൽ കൊണ്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.